സുമയ്യ എന്ന 26-കാരിക്ക് തൈറോയിഡ് ശസ്ത്രക്രിയയുടെ ഭാഗമായി തൊണ്ടയിൽ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രിയും പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണം എന്നുകൂടി നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയതായി സുമയ്യയുടെ ബന്ധു പറയുന്നു. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തീരുമാനം 4 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് നഷ്ടപരിഹാരത്തിലോട്ട് പോകാം, അതിനുള്ള ചെയ്യാം, അപ്പോൾ ആലോചിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഉണ്ടല്ലോ, ഇത്ര സമയമായിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് പരിശോധിക്കും, പരിശോധന ശേഷം തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. റിനു, തുടക്കത്തിൽ ഇത് അത്ര വലിയ കാര്യമായി കാണാതെ നേരത്തെ തന്നെ ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയതാണ്, ഇതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊരു നിലപാടായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്വീകരിച്ചിരുന്നത്. ആരോഗ്യമന്ത്രിയും ഡയറക്ടറുടെ ആ തീരുമാനത്തെ, അഭിപ്രായത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ ഇത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഡോക്ടർക്കെതിരെ കേസെടുക്കാനും ഇനി ഈ സുമയ്യയ്ക്ക് വേണ്ട അഡീഷണൽ ആയിട്ട് വേണ്ട ചികിത്സ പിന്തുണ നൽകാനും ഒക്കെയുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്? ഈ ഇപ്പോൾ നെഞ്ചിൽ കിടക്കുന്ന, ഹൃദയത്തിൽ കിടക്കുന്ന ഈ ഗൈഡ് ട്യൂബ് അത് പുറത്തേക്കെടുക്കാൻ വേണ്ടിയുള്ള വിദഗ്ധ ചികിത്സ നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? സാമ്പത്തികമായ സഹായം കുടുംബത്തിന് നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ബന്ധു പറഞ്ഞത്? ജിക്ക് ഇന്ന് 3 മണിയോടുകൂടിയാണ് ഡയറക്ടറെ കാണുന്നതിന് വേണ്ടി സുമയ്യയും കുടുംബവും ഈ ഓഫീസിലേക്ക് എത്തിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇവർ കണ്ടിട്ടേ പോകൂ എന്നുള്ളൊരു ശാഠ്യത്തിൽ ഇവിടെ കുത്തിയിരുന്നൊരു പ്രതിഷേധം നടത്തിയത്. തുടർന്നാണ് ADHS വിളിച്ച് കൃത്യമായി തന്നെ ഇവരുമായി ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഡോക്ടർക്കെതിരെ കൃത്യമായി തന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം സുമയ്യയ്ക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ അഭ്യർത്ഥിക്കും എന്നുള്ളൊരു ഉറപ്പും ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗൈഡ് ട്യൂബ് ഈ സുമയ്യയുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ളത്. പക്ഷേ അത് അസാധ്യകരമാണ് എന്നുള്ളതാണ് നേരത്തെ തന്നെ വിലയിരുത്തിയത്. ഏതെങ്കിലും തരത്തിൽ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ സർക്കാർ ചെലവിൽ തന്നെ ഈ ഒരു സർജറി നടത്തി ആ ട്യൂബ് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുമെന്നുള്ളൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഇവർ ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രതിഷേധം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. 4 ദിവസത്തിനകം ഇതിനെല്ലാം തന്നെ ഒരു മറുപടി നൽകാമെന്നുള്ള ഒരു കാര്യം കൂടി ഇവർക്ക് ഉറപ്പായി നൽകിയിട്ടുണ്ട്. എന്തായാലും DHSനോട് സംസാരിച്ചതിന് ശേഷമാണ് ADHS ഇത്തരം ഒരു ഉറപ്പ് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും ലഭിക്കുന്ന ആ വിവരവും. എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെയും ആ തീരുമാനം. 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും കൃത്യമായി തന്നെ സുമയ്യയ്ക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സുമയ്യ സംതൃപ്തി ആണ് എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത്. 26-കാരിയായ സുമയ്യയുടെ നെഞ്ചിൽ ഇപ്പോൾ ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് എടുത്ത് നീക്കം ചെയ്യാൻ, അത് ഇവിടെയാണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വിദഗ്ധ ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള പിന്തുണയും സഹായവും നൽകുമെന്നൊരു ഉറപ്പ് ആരോഗ്യവകുപ്പ് ഡയറക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് സുമയ്യയുടെ ബന്ധു പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ, സുമയ്യയ്ക്ക് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതിൽ 24-ന് സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷഫീദ് റാവുത്തർ തന്നെയാണ് നമുക്കിതിൻ്റെ മറ്റ് വിശദാംശങ്ങളും അല്പം മുൻപ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ റിനു ശ്രീധറും വിവരങ്ങൾ നൽകുകയായിരുന്നു.